പിണറായി തന്നെ നയിച്ചാല് ബംഗാളിന് സമാനമായ അവസ്ഥയിലേക്കു കേരളവും പോകുമെന്ന് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താന് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് വിമർശനമുയർന്നത്. മുന്നണി മാറ്റത്തിനുള്ള അവസരം വന്നപ്പോൾ അത് നടപ്പാക്കാനായില്ലെന്നു പല അംഗങ്ങളും ചൂണ്ടിക്കാട്ടി. മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിനും എംഎൽഎയായിരുന്ന പ്രമോദ് നാരായണനും തുടരും എന്നു സാമൂഹിക മാധ്യമങ്ങളില് പോസ്റ്റ് ഇട്ടതു രണ്ടു ചേരിയുണ്ടെന്ന പ്രതീതി സൃഷ്ടിച്ചു. കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പൊതുസമൂഹത്തില് മറിച്ചുള്ള ചിന്തകളുണ്ടാക്കി. CPM പ്രവർത്തകര് ക്രോസ് വോട്ട് ചെയ്തതും പരാജയത്തിനു കാരണമായി. CPM വോട്ടുകള് കൃത്യമായി LDFനെത്തിയില്ല. ന്യൂനപക്ഷ വോട്ടുകളും കിട്ടിയില്ല. എന്നാല് ചില മേഖലകളില് ന്യൂനപക്ഷ വോട്ടുകള് ലഭിക്കുകയും ചെയ്തു. ഭരണവിരുദ്ധയെ അതിജീവിക്കാന് സ്ഥാനാർത്ഥികളുടെ ജനകീയക്കു കഴിഞ്ഞില്ല. വികസനവും ക്ഷേമവും നടത്തി നന്നായി ഭരിക്കുക എന്നതു മാത്രമല്ല ചെയ്ത കാര്യങ്ങള് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കൂടി നേതൃത്വത്തിനുണ്ടായിരുന്നു, കമ്മിറ്റി അംഗങ്ങള് ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് വോട്ടുകളില് ചോർച്ചയുണ്ടായിട്ടില്ലെന്നും CPM അണികള് ക്രോസ് വോട്ട് ചെയ്തതായി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തില് വിമർശനമുയർന്നുവെന്നും യോഗത്തിനുശേഷം ചെയർമാന് ജോസ് കെ മാണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. CPM ഇക്കാര്യം പരിശോധിക്കണം. LDF യോഗത്തില് മുഖം നോക്കാതെ കാര്യങ്ങള് പറയും. കഴിഞ്ഞ യോഗത്തില് ചില കാര്യങ്ങള് പറഞ്ഞു. എവിടെയാണ് പ്രശ്നമുണ്ടായതെന്നു പരിശോധിക്കും. കേരള കോൺഗ്രസ് മത്സരിച്ച മേഖലകളിലെല്ലാം വിശകലനം നടത്തി താഴെത്തട്ടില് പരിശോധിച്ചാൽ മാത്രമേ യഥാർത്ഥ കാരണം മനസ്സിലാകൂ. ഇതിനായി ജില്ലാതല നേതൃയോഗം ചേരും. ഓരോ പ്രദേശത്തെയും റിപ്പോർട്ട് ഈ മാസം അവസാനത്തോടെ ലഭിക്കും. പരാജയം വിശദമായി പരിശോധിക്കും.